അങ്ങനെ നമ്മൾ ശ്രീരംഗത്തെ രംഗനാഥസ്വാമി ക്ഷേത്രത്തിലെത്തി. പെരിയ കോവിൽ, അതായത് വലിയ ക്ഷേത്രം, ഭൂലോക വൈകുണ്ഠം, ശ്രീരംഗം തിരുപ്പതി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ശ്രീരംഗത്തെ ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം തിരുച്ചിറപ്പള്ളി നഗരത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ വടക്ക്, ചെന്നൈയിൽ നിന്ന് ഏകദേശം 325 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രത്തിന് ഏകദേശം 1300 വർഷം പഴക്കമുണ്ട്. ചോള ഭരണാധികാരി ധർമ്മവർമ്മയാണ് ഈ ക്ഷേത്രം ആദ്യമായി നിർമ്മിച്ചത്. വിവിധ കാലഘട്ടങ്ങളിൽ ചോള, പാണ്ഡ്യ, നായക, മറാത്ത, ഹൊയ്സാല തുടങ്ങിയ വിവിധ രാജവംശങ്ങളാണ് നിർമ്മാണം നടത്തിയത്. 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പാണ്ഡ്യരാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ നടന്ന അതിക്രമത്തിൽ ഡൽഹി സൽത്തനത്ത് സൈന്യം ഈ ക്ഷേത്രം കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയവും ലോകത്തിലെ ഏറ്റവും വലിയ മത സമുച്ചയങ്ങളിൽ ഒന്നാണ് ശ്രീരംഗം ക്ഷേത്രം. 63 ഹെക്ടർ വിസ്തൃതിയുള്ള ഈ ക്ഷേത്രം 81 ആരാധനാലയങ്ങളും 21 ഗോപുരങ്ങളും 39 പവിലിയനുകളും സമുച്ചയത്തിൽ സമന്വയിപ്പിച്ച നിരവധി വാട്ടർ ടാങ്കുകളും ഇതിനെ ലോകത്തെ ഏറ്റവും വലിയ പ്രവർത്തിക്കുന്ന ഹിന്ദു ക്ഷേത്രമാക്കി മാറ്റുന്നു. ഈ ക്ഷേത്രത്തിന് ആകെ 21 ഗോപുരങ്ങളുണ്ട്. തെക്കുവശം 7, വടക്കുവശം 7, കിഴക്കുവശം 4, പടിഞ്ഞാറ് 3. ഈ ക്ഷേത്രത്തിന് 7 പ്രകാരങ്ങളുണ്ട്, അതായത് കോർട്ട്യാർഡ് എന്ന് പറയും. അകത്ത് 2, പുറത്ത് 5. 4-ാമത്തെ പ്രകാരമാണ് പ്രധാന കവാടം. 5-ാമത്തെയും 6-ാമത്തെയും പ്രകാരങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ബ്രാഹ്മണരും വസിക്കുന്നു. 7-ാം പ്രകാരം വ്യാപാരികൾ മുതലായ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഓരോ പ്രകാരത്തിനും മതിലുകളും ഗോപുരങ്ങളുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ വിഷ്ണുവിനെ ആരാധിക്കുന്നത് വളരെ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. മറ്റെല്ലാ ദേവീദേവന്മാരും എല്ലാ ദിവസവും രാവിലെ ശ്രീരംഗത്തിൽ മഹാവിഷ്ണുവിനെ കാണാൻ വരുമെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രം രാവിലെ 12 മണിക്ക് അടച്ച് ഉച്ചകഴിഞ്ഞ് 3:30 വീണ്ടും തുറക്കും. ക്ഷേത്ര സമുച്ചയത്തിൽ 50-ലധികം ആരാധനാലയങ്ങൾ ഉൾപ്പെടുന്നു. ഇവ വിഷ്ണുവിനും ലക്ഷ്മിക്കും വിവിധ വൈഷ്ണവ പണ്ഡിതന്മാർക്കും കവികൾക്കും വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഗരുഡ മണ്ഡപം. ആകെ 212 തൂണുകളുണ്ട്. നായക രാജവംശത്തിൻ്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിൽ ഒരു ഗരുഡൻ പ്രതിഷ്ഠയുണ്ട്. ഗരുഡൻ്റെ വിഗ്രഹം സാളഗ്രാമം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അസുരന്മാരിൽ നിന്ന് വീണ്ടെടുത്ത് പെരുമാൾ, അതായത് മഹാവിഷ്ണു, കൈമാറിയ അമൃതകലശവും വേദങ്ങളും ഗരുഡൻ്റെ വിഗ്രഹത്തിൽ കാണാവുന്നതാണ്. ഗരുഡ പഞ്ചമി ദിനത്തിൽ പ്രത്യേക പൂജയുണ്ട്. രംഗനാഥ സ്വാമി ക്ഷേത്രത്തിന് എതിർവശത്താണ് ഗരുഡ വിഗ്രഹം. ഐതിഹ്യമനുസരിച്ച് സമുദ്ര മഥന സമയത്ത്, അതായത് പാലാഴി മഥന സമയത്ത്, ബ്രഹ്മാവ് തപസ് ചെയ്യുകയായിരുന്നു. സമുദ്ര മഥനത്തിൻ്റെ ഫലമായി ശ്രീരംഗം വിമാനം, അതായത് ശ്രീകോവിലിന് മുകളിലുള്ള സ്തൂപിക ഉയർന്നു വന്നു. കാലങ്ങളോളം അത് സത്യലോകത്ത് നിലനിന്നിരുന്നു. ഇക്ഷ്വാകു രാജാവാണ് അയോധ്യയിലേക്ക് അത് കൊണ്ടുവന്നത്. വിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ ദുഷ്ട രാക്ഷസനായ രാവണനെ വധിച്ചതിനു ശേഷം രാമനൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കാൻ ആഗ്രഹിച്ച വിഭീഷണ രാജാവിന് അത് നൽകി. വിഭീഷണൻ താൻ രാജാവായ ശ്രീലങ്കയിലേക്കുള്ള യാത്രാമധ്യേ തിരുച്ചിയിലൂടെ കടന്നു പോകുമ്പോൾ ആ ദ്വീപിൽ നിന്ന് ശ്രീരംഗം വിമാനം അനങ്ങിയില്ല. അതിനാൽ അദ്ദേഹം അത് ധർമ്മവർമ്മ എന്ന നാട്ടുരാജാവിന് കൊടുത്തു. രാജാവ് വിമാനം തെക്ക് ദിശയിൽ ലങ്കയ്ക്ക് അഭിമുഖമായി പ്രതിഷ്ഠിച്ചു. അതിനാൽ ദേവൻ ചാഞ്ഞുകിടക്കുന്ന ഭാവത്തിൽ തെക്ക് അഭിമുഖമായി ശരീരം കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വിന്യസിച്ചിരിക്കുന്നു. രംഗനാഥസ്വാമി ക്ഷേത്രത്തിന് നിരവധി മണ്ഡപങ്ങളുണ്ട്. 1000 തൂൺ മണ്ഡപം, ശേഷരായ മണ്ഡപം, ഗരുഡ മണ്ഡപം, കിളിമണ്ഡപം, രംഗവിലാസ മണ്ഡപം എന്നിവയാണ് ഇവ. ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച തിയേറ്റർ പോലെയുള്ള ഘടനയാണ് 1000 തൂൺ മണ്ഡപം. വിജയനഗര ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചത്. ചതുരാകൃതിയിലുള്ള മാതൃകയിൽ തൂണുകൾ സ്ഥാപിച്ച് ഓരോ വശത്തും 7 വശങ്ങളുള്ള ഇടനാഴികളും മധ്യഭാഗത്ത് വിശാലമായ ഒരു ഹോളും ഉണ്ട്. 3-ാം പ്രകാരത്തിൻ്റെ തെക്കുഭാഗത്താണ് ഗരുഡ മണ്ഡപം.
ഈ പരമ്പരയിലെ മറ്റു വീഡിയോകൾ പോലെ ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രസകരമായ മറ്റൊരു ക്ഷേത്ര പരമ്പരയുമായി അധികം താമസിയാതെ നമ്മൾക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം യൂട്യൂബിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. വളരെ വേഗം വീണ്ടും കാണാം. നമസ്കാരം.